ഹായ് നമസ്കാരം. ടാരറ്റ് കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഫുൾ മൂൺ ആയിരുന്നു. അപ്പം അതിൻ്റെ എന്ത് എനർജിയാണ് നിങ്ങൾക്ക് ഉള്ളത് നമുക്ക് നോക്കാം. ഡിവൈൻ്റെ ഭാഗത്തു നിന്ന് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനുള്ളത് നോക്കാം. ഇന്ന് രാവിലെ എനിക്ക് റീഡിങ് എടുക്കാൻ പറ്റിയില്ല. അമ്പലത്തിലൊക്കെ പോയിക്കോയിരുന്നു, ലേറ്റായി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ റീഡിങ് ഇടാഞ്ഞ്. അപ്പോൾ ഞാൻ ലൈവിലൊന്ന് കയറി നോക്കി, ആരും മെസ്സേജ് ഒന്നും തരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇറങ്ങിയത്. അപ്പം നാളെ ഞാൻ ഇതുപോലെ ലൈവിൽ വരാം. ഇന്നിനി സമയമില്ല, അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ഇന്നലെ ഫുൾ മൂൺ കഴിഞ്ഞിട്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എനർജി നമ്മളുടെയൊക്കെ എന്താണെന്ന് നോക്കാം. ഡിവൈൻ്റെ ഭാഗത്തുള്ള മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാർഡൊന്ന് സെലക്ട് ചെയ്യട്ടെ. എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പം നിങ്ങളുടെ എനർജി എനിക്കിവിടെ ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റുള്ള റീഡിങ് നൽകാനും സാധിക്കും എനിക്ക്. ഓക്കെ, കാർഡ് നോക്കാം. കാർഡ്സ് സെലക്ട് ചെയ്തു. ബോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ണുമൊക്കെ മൂടിക്കെട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം നിങ്ങൾ അതിൽ നിന്നും പുറത്തിറങ്ങുക. നിങ്ങളിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് എനിക്കത് പറ്റുമോ അങ്ങനെ ആ ഒരു എനർജിയിലിരിക്കാതെ നിങ്ങളെല്ലാം പുറത്തിറങ്ങാനാണ് ഡിവൈൻ്റെ മെസ്സേജ്. ഈ ബാക്കി കാർഡ്സ് നമുക്ക് നോക്കാം. ദ വേൾഡ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് സോഴ്സിൻ്റെ എനർജി, 10 ഓഫ് കപ്സ്, 6 ഓഫ് സോഴ്സ്, സ്ട്രെങ്ത്, 6 ഓഫ് കപ്സ്, 2 ഓഫ് സോഴ്സ്, 2 ഓഫ് വാണ്ട്സ്, Queen of Cups, Chariot, 5 of Wands, 3 of Wands. ഇത്രയും എനർജിയാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ബോട്ടം വന്നേക്കുന്ന ഈ ഒരു മൂടിക്കെട്ടി, കണ്ണൊക്കെ മൂടിക്കെട്ടി അനങ്ങാൻ വയ്യാത്ത പോലെ നിങ്ങളുടെ സിറ്റുവേഷൻ അതാണെങ്കിൽ, നിങ്ങൾ തന്നെ നിങ്ങളെ അങ്ങനെ കെട്ടിയിട്ട പോലെ ആണെങ്കിൽ ആണ്, അല്ലാതെ മറ്റുള്ളവരൊന്നും അല്ല. അപ്പം നിങ്ങൾ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു എനർജിയിൽ. അപ്പം അതിൽ നിന്നെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞാൽ ദ വേൾഡാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കാർഡ്. ഈ ലോകം മൊത്തം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിവൈൻ തന്നിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ അപ്പോൾ ഇങ്ങനെ ഇരിക്കാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക, പുറത്തോട്ട് നോക്കുക. സന്തോഷിക്കാനുള്ള എല്ലാം ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് നേടാനുള്ളതെല്ലാം ഇവിടെ ഉണ്ടെന്നാണ് ഡിവൈൻ പറയുന്നത്. പിന്നെ 4 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക ഒക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ഹെൽത്തിന് തോന്നുന്നെങ്കിൽ നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. പിന്നെ 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഭയങ്കര സന്തോഷമായിരിക്കും. കുടുംബത്തിൽ എല്ലാവരും നല്ല സന്തോഷത്തിൽ ആഘോഷത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത്. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഭാര്യ ഭർത്താവ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഭയങ്കര സ്നേഹത്തിൽ നല്ല ഒരുമയോടെ യോജിപ്പോടെ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. പിന്നെ 6 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെറിയൊരു ട്രിപ്പ്, എന്തെങ്കിലും ഒരു യാത്രയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു എനർജിയിൽ നിന്ന് മാറി നിങ്ങൾ പുതിയൊരു തുടക്കമല്ലേ, അപ്പം നിങ്ങൾ ചെറിയൊരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു പോകാനുള്ള പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പോവുകയും ചെയ്യും. അത് 6 ഓഫ് സോഴ്സിൻ്റെ എനർജി. പിന്നെ സ്ട്രെങ്ത്താണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നല്ല മുമ്പോട്ട് എങ്ങനെ പോകണം നിങ്ങൾക്ക് തന്നെ നല്ല ഉള്ളിൽ നിങ്ങളുടെ സോള് പറഞ്ഞു തരുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അത് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള നല്ല സ്ട്രോങ് ആയ മൈൻഡ് പവറും ഹെൽത്തും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ
ഈ നിങ്ങളായിട്ട് തന്നെ ആ ഒരു ഇമോഷണലിൽ ഇരിക്കാതെ, വിഷമിച്ചിരിക്കാതെ നിങ്ങൾ ആക്റ്റീവ് ആവാനാണ് ഡിവൈൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാ കഴിവുമുണ്ട്. നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളെ ആർക്കും അങ്ങനെ പെട്ടെന്ന് തളർത്താനൊന്നും പറ്റത്തില്ല. അത്ര കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ അങ്ങനെയൊന്ന് മുമ്പോട്ട് വരാനാണ് ഈ ഡിവൈൻ പറയുന്നത്. പിന്നെ 6 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പം നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹത്തിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പഴയകാല കൂട്ടുകാരോ നിങ്ങൾക്ക് നല്ല ഓർമ്മകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് കുറച്ച് നല്ല ആൾക്കാർ, കാരണം നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഇല്ലെങ്കിൽ പഴയ ഫ്രണ്ട്സ് നിങ്ങളുടെ നല്ല കുറച്ച് ഓർമ്മകളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഗിഫ്റ്റും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഗിഫ്റ്റൊക്കെ ആയിട്ട്, നല്ല മെമ്മറീസ് ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. 2 സോഴ്സിൻ്റെ എനർജി ഉണ്ട്, 2 ഓഫ് വാൺസിൻ്റെ എനർജി ഉണ്ട്. അപ്പം നിങ്ങൾ എന്തൊരു കൺഫ്യൂഷനിലിരിക്കുന്നെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൂടെ ഡിവൈൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തും മുമ്പോട്ട് പോയാലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോവുക. ഇങ്ങനെ കൺഫ്യൂഷനിലിരിക്കാതെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇത് മുമ്പോട്ട് പോയാൽ ശരിയാവുമോ, അങ്ങനെയൊന്നും ഡൗട്ട് അടിച്ച് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കാതെ നിങ്ങൾ മുമ്പോട്ട് പോവുക. അങ്ങനെ മുമ്പോട്ട് പോകുമ്പം നിങ്ങൾ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയിൽ വരുന്നുണ്ട്. എല്ലാം നേടി നല്ല ശാന്തമായ എനർജിയിൽ നിങ്ങൾ വരുന്നുണ്ട്. നിങ്ങളെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യും. എല്ലാവരും നിങ്ങളെ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ മുമ്പിൽ വരും. പിന്നെ ചാരിയറ്റ്, നിങ്ങളുടെ നല്ല മൈൻഡ് പവർ കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു. കാരണം ആരുടെ ഹെൽപ്പില്ലെങ്കിലും എനിക്കിതെല്ലാം നേടാൻ സാധിക്കുമോ എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നു. കാരണം ഡിവൈൻ്റെ സപ്പോർട്ട് നിങ്ങളോട് ഉണ്ടെന്ന് നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനിയും ആര് ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ആരൊക്കെ എതിർത്താലും അതൊന്നും എന്നെയും ബാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കതെല്ലാം വിജയിച്ച് വരാനും സാധിക്കും. 5 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ, ജോലിയിലാണെങ്കിൽ ഓഫീസിലുള്ള ആരെങ്കിലും, ഇല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ നിങ്ങളോട് കുറച്ചൊരു കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, വഴക്കിടാനായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സൈലൻ്റായിട്ടിരിക്കുക. കാരണം നമ്മളുടെ എനർജി എല്ലാം നല്ല പോസിറ്റീവ് എനർജി ആക്കി വെക്കുക. എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അവരുടെ രീതിക്ക് നമ്മളും പോയാൽ നമുക്കൂടെ നെഗറ്റീവ് വരത്തേ ഉള്ളൂ. അപ്പോൾ അവർ പറയാനുള്ളത് പറഞ്ഞിട്ട് പൊക്കോട്ടെ, നമ്മൾക്കിതൊന്നും ബാധിക്കുന്നില്ല, ഇത് എന്നെ അല്ല പറഞ്ഞെന്നുള്ള ഇതിൽ നിങ്ങൾ നിൽക്കുക. അവർ പറഞ്ഞിട്ട് പൊക്കോട്ടെ, അവരുടെ ഇത് കഴിയുമ്പോൾ അവർക്ക് തന്നെ നാണക്കേടും വിഷമമൊക്കെ തോന്നി, എന്തിനായിരുന്നു അങ്ങനെ കാണിച്ചതെന്ന്. നമ്മളും അതിനൊപ്പം ആവാതിരിക്കുക. അപ്പം 5 ഓഫ് വാൺസിൻ്റെ എനർജി വന്നേക്കുന്ന ആളാണ്. പിന്നെ 3 ഓഫ് വാൺസിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയിൽ എല്ലാം ഇങ്ങനെ നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. നിങ്ങളിനി യൂണിവേഴ്സിൽ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്ത് പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങളിങ്ങനെ അടുത്ത എന്താണ് മുൻപോട്ടെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിങ്ങൾ നിൽക്കുന്നു. അടുത്ത ഇനി എന്താണ് മുമ്പോട്ട് പോകേണ്ടത്, എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നിൽക്കുന്നു. ഇതാണ് നമുക്ക് ഈ ഫുൾ മൂണിൻ്റെ എനർജി ഇത്രയും വന്നേക്കുന്നത്. ഈ ഒരു ഇനിയിപ്പോൾ അടുത്തത് ഇത് കർത്താവ് വരുമല്ലോ, അതുവരെ നിൽക്കും. ഈ ഒരു എനർജി എല്ലാവർക്കും നിൽക്കും. അപ്പം എല്ലാവർക്കും ഇത് നിങ്ങളുടെ ജീവിതമായിട്ട് റെസനേറ്റ് ആവുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ഒരു ചാനലിൽ ആരും കമൻറ്റ് ചെയ്യുന്നില്ല, മറ്റേ ഭൈരവ ചാനലിലാണ് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത്. ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. കമൻറ്റ് ചെയ്യുന്നവരൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ റീഡിങ് എടുക്കുമ്പം നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമല്ലേ. എനിക്കപ്പോൾ നിങ്ങളൊരു ഗിഫ്റ്റ് തരുന്ന പോലെ നിങ്ങളുടെ ഒരു കമൻറ്റൊക്കെ. അപ്പോൾ എനിക്കും ഒരു എനർജി കിട്ടും, ഇത് പിന്നെ റീഡിങ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സന്തോഷമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തോന്നും. അതുകൊണ്ട് അവനെല്ലാവരും കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പോൾ ഈ എനർജി എല്ലാവർക്കും റെസനേറ്റ് ആവുന്നെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പം നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും. നിങ്ങൾക്ക് കറക്റ്റുള്ള റീഡിങ് എനിക്ക് തരാൻ സാധിക്കും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി. ഒന്നും ഇതിനകത്ത് വിഷമമായിട്ടുള്ളതൊന്നുമില്ല. നിങ്ങൾ തന്നെ സ്വയം നിങ്ങളെ
ഒരു ട്രാപ്പിൽ പെടുത്തിയിരിക്കുന്ന പോലെ നിങ്ങൾ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ഡിവൈൻ പറയുന്നുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകം മൊത്തം നിങ്ങളുടെ കാൽ കീഴിലാകുന്ന പോലത്തെ ഒരു എല്ലാം നിങ്ങളുടെ കൺമുമ്പിലേക്ക് ഡിവൈനായിട്ട് കൊണ്ട് തരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ പുറത്തിറങ്ങുക. നിങ്ങൾക്ക് ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം നേടാൻ സാധിക്കും. ഇപ്പോഴുള്ള സ്ട്രഗിൾ എല്ലാം മാറ്റി നിങ്ങൾ എല്ലാം നേടാൻ സാധിക്കും. 5 of Wands എനർജി മാത്രം. അതിപ്പോൾ നമുക്ക് മറ്റുള്ളവരെല്ലാം നേരെയാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോവാം. ഡിവൈൻ്റെ സപ്പോർട്ട് കൂടെ ഉണ്ടാകും. ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരൊക്കെ പറയുന്നവർ അവിടെയാണ് പറഞ്ഞോട്ടെ. അവർ പറഞ്ഞു കഴിയുമ്പം അവർക്ക് തന്നെ എന്താ നമ്മൾ പറയലോ, അവരുടെ ഇത് കഴിക്കുമ്പോൾ നിർത്തിക്കോളും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചാൽ മതി. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഞാൻ നാളെ ലൈവിൽ വരാം. നാളെ 3 തൊട്ട് 4:30 വരെ ഇരിക്കാൻ നോക്കാം ലൈവിൽ. ഇന്നിനി എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ് സ്കൂളിലൊക്കെ പോകണം മോൻ്റെ. ഞാനത് കുറച്ച് മുമ്പേ ഒന്ന് കയറി നിൽക്കും. പക്ഷെ അന്നേരം ആരും വന്നിട്ടുണ്ട്. എല്ലാവരും ആരും മെസ്സേജ് തരുന്നില്ല. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫുൾ മൂണിൻ്റെ എനർജി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.